നമസ്കാരം സാർ. അതങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു പരിപാടിക്കിടയിൽ മുഖ്യമന്ത്രി കേന്ദ്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായ വിഷയത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് സദസ്സിൽ നിന്നൊരാൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തിയത്. അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പറഞ്ഞത്. ഇത് ശരിയാണോ സാർ? ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ഇതിനകത്ത് എന്തായാലും മുഖ്യമന്ത്രിയാണ് പറഞ്ഞു. ഇതാദ്യം മനസ്സിലാക്കേണ്ടത് ചോദ്യം ഇതൊരു പ്രസംഗം എന്ന് പറയുന്ന ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. യെസ്. അപ്പോൾ ഈ ഒരു പൊതുയോഗത്തിൽ പിണറായി വിജയൻ എന്നുള്ളതല്ല, ഉമ്മൻചാണ്ടി ലോകത്തെ ഏത് നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ചോദിക്കാനുള്ള അവസരം നമുക്കില്ല. ചോദിക്കാനുള്ള അവസരങ്ങൾ പല വേദികളാണ്. അതൊരു സംവാദ സദസ്സായിരിക്കണം. അപ്പോൾ ഇത് സംവാദമല്ല, പ്രസംഗം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. പാവം ചോദ്യകർത്താവിന് ഇത് അറിയാതെയായി പോയി എന്നുള്ളതാണ് വിഷയം. അതായത് സ്ഥാനം പിഴച്ചുപോയി, ഈ സ്ഥാനത്തല്ല അത് ചോദിക്കേണ്ടിയിരുന്നത് എന്നാണ്. അതെന്നാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും ഈ സ്ഥാനത്തല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് അടിയുറച്ച പാർട്ടി പ്രവർത്തകനാണെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായി ഇത്തരം ഒരുപാട് പൊതുയോഗങ്ങളിൽ അദ്ദേഹം ഈ കേൾവിക്കാരനായിട്ടാണ് ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഇവർ ഡയസിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും സംസാരിക്കുന്ന ആൾ ഈ പെട്ടെന്നൊരു ചോദ്യം, അത് പതിവില്ലാത്ത ഒരു അവസരത്തിൽ നിന്ന് ഒരു ചോദ്യം ഒരു കോളിൽ നിന്ന് വരുമ്പോൾ അത് ഒരു യോഗം കലക്കാനാകും എന്നുള്ള ചിന്ത പെട്ടെന്ന് വന്നേക്കാം. ഇനി മറ്റേ മനുഷ്യനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ നിഷ്കളങ്കമായ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്, ഇത് സംഭവിച്ചുകൂടാത്തതായിരുന്നു, ചോദിച്ചുകൂടാത്തതായിരുന്നു. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്കും അത് ആവർത്തിക്കാം. പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അത് ഞാനും ഒരുപക്ഷെ ഇത് തന്നെയാണ് പറഞ്ഞ്, ഒരുപക്ഷെ ഞാനത് അങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഒരു വിശദീകരണം കൊടുക്കാവുന്ന ലഘൂകരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി അത് ചെയ്തില്ല. കാരണം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി മറ്റൊരു സ്വഭാവക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഉണ്ടായാൽ ഇത് തന്നെയായിരിക്കും മറുപടി എന്ന് പറയുന്നത്. സ്വാഭാവികം, അതാണ് എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടായാൽ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. കേരളത്തിൽ പല ആൾക്കാരും ഇത്തരത്തിൽ സ്വഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഒരു നേതാവ് ഇങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മറ്റാണ് കോവിഡ് റാണി എന്ന് പറഞ്ഞിട്ടൊരു, പിന്നെ അത് തിരിച്ചെടുത്തു. കോവിഡ് റാണി എന്ന് പറഞ്ഞിട്ട് ശൈലജ ടീച്ചറെ ഒരു കളിയാക്കിയ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ അത് ഇത്തരം പ്രയോഗങ്ങളാണ്. പക്ഷേ പൊതുവേദിയിൽ ഒരു പ്രസംഗ മധ്യേ സ്വാഭാവികമായിട്ടും ഇവർക്ക് യോഗം കലക്കാനാണ് ചിന്തിച്ചുകൂടെ, അദ്ദേഹത്തിന് ചിന്തിക്കാം. അപ്പോൾ അത് പതിവില്ലാത്ത വിധം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നത് ആരെങ്കിലും ഇളക്കി വിട്ടതാണോ നമുക്കറിയില്ല. ഇയാളൊരു പാവപ്പെട്ട നിഷ്കളങ്കനായിരിക്കും. ആ നിഷ്കളങ്കത്വമാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിൽ ഇത് വന്നത്. വളരെ നല്ലൊരു ചോദ്യമാണ് അദ്ദേഹം ഒരു പാർട്ടിക്കാരൻ എന്നുള്ള തരത്തിൽ ചോദിക്കാൻ വന്നത്. പക്ഷേ അത് മുഖ്യമന്ത്രി ആ ചോദ്യം കേൾക്കുകയും പിന്നെ അങ്ങനെ ഒരു സംഭവം അതിനകത്തില്ല വാസ്തവത്തിൽ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അത് സംഭവിച്ചത്. പിന്നെ വേണമെങ്കിൽ ഒരു വിശദീകരണം കൊടുത്ത് കുറച്ചുകൂടെ ലഘൂകരിക്കാമായിരുന്നു. അത് നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പക്ഷേ സാറ്, ഒരു പാർട്ടി പ്രവർത്തകൻ്റെ നിഷ്കളങ്കമായ ഈ ചോദ്യത്തിന് സ്വതസിദ്ധമായൊരു ശൈലിയിൽ, അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മറുപടി പറയുമ്പോൾ അതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. വാസ്തവത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ഈ വിഷയം, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ, ചാനലുകൾ ഈ വിഷയം എടുത്ത് വലിയ രീതിയിൽ അലക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഒന്നടങ്കം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ വിഷയം ലഘുവായി കൈകാര്യം ചെയ്യുന്നതിന് പകരം അതിനെ വളരെ സങ്കീർണമാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൽ നിന്നൊരു റിയാക്ഷൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇത് അത്യധികമായി ഒരുപക്ഷെ ഇത് റിസൾട്ട് വന്നതിന് ശേഷമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ചർച്ചയ്ക്ക് പ്രസക്തി. എപ്പോഴും ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ആകർഷണം തങ്ങളിലേക്ക് കൊണ്ടുവരാൻ സ്വാഭാവികമായും എല്ലാവരും ശ്രമിക്കും. ഇവിടെ ഈ ഇലക്ഷൻ തുടങ്ങും മുമ്പ് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു. തർക്കം വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയില്ല. അനുകൂലിച്ചിരുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം കൊടുക്കാമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കത്വത്തിൽ വേണമെങ്കിലും വിശദീകരണം പിന്നീട് കൊടുക്കാം. അതൊന്നും ചെയ്തില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഈ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇത് 1 പോയിൻ്റ് അജണ്ടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നത്. എന്താണ്? പിണറായി വിരുദ്ധ വികാരം, പിണറായിസം എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹമാണ് ഇതിൻ്റെ ആകർഷണ കേന്ദ്രം എന്ന് പറയുന്നത്.
ഇത് അറിഞ്ഞോ അറിയാതെയോ മറ്റേ വിഭാഗം ഉണ്ടാക്കി കൊടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതേക്കുറിച്ചിട്ടുള്ള കാര്യം ജനം കരുതി വച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്തരം വാക്കുകൾ, ഇത്തരം പ്രവൃത്തികൾ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പിണറായിസം, ഭരണവിരുദ്ധ വികാരമൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ. പാർട്ടിക്കാർ തന്നെ അച്ചടക്കം പറയുന്നത് ഭരണവിരുദ്ധ വികാരത്തിന് മുകളിൽ പിണറായി വിരുദ്ധ വികാരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ പേരും കൂടി കൊടുത്ത ഒരു പിണറായി വിരുദ്ധ വികാരം, പിണറായിസം എന്ന് പറയുന്നത്, ആ ഒരു 1 പോയിന്റ് അജണ്ടയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുമ്പോൾ അതാണ് ആകർഷണം അദ്ദേഹത്തിലേക്ക് എന്ന് പറയാൻ കാരണം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, വീണ്ടും 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 സംഭവം തന്നിലേക്ക് തന്നെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. വളരെ തന്ത്രപരമായ ഒരു രാഷ്ട്രീയക്കാരനാണ് പിണറായി വിജയൻ. ഇന്നലെ ചോദിക്കും, അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ സാർ? നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും ഇത് അറിയണമെങ്കിൽ നമുക്ക് ഇത് കഴിയണം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പല ജനം അതിനെ എങ്ങനെ വിലയിരുത്തി? ജനം എങ്ങനെ വിലയിരുത്തുന്നു? ഇതൊക്കെ ഇങ്ങനെ പ്രതികരിച്ച ഒരാളുടെ തന്നെയല്ലേ നമ്മൾ രണ്ടാമതും കയറ്റിയിരുത്തി. ഈ 5 വർഷം മുമ്പ് അത് ഇങ്ങനെയല്ലേ പ്രതികരിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഇനി ഇത് ചെയ്യണമോ വേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പോൾ തന്നെ രമ്യ ഹരിദാസിനെതിരെ ഒരു പരാമർശം, ഇതിപ്പോൾ പൊതുവേദിയിൽ പൊതുയോഗത്തിനിടെ സംഭവിച്ചൊരു കാര്യമാണെങ്കിലും രമ്യ ഹരിദാസിനെതിരെ ആ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയി വിജയരാഘവൻ്റെ, അപ്പം അതും വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാം. ഒരു ദ്വയാർത്ഥ പ്രയോഗം. പക്ഷെ അതിന് കേരളം ഉചിതമായ മറുപടി കൊടുത്തു. അല്ല, കേരളം മൊത്തം അതിന് എതിർപ്പ് ഉയർന്നു. പക്ഷെ ആലത്തൂരിൽ വളരെ കൃത്യമായിട്ട് ഒരു LDF മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് CPIM-ന് വലിയ സ്വാധീനമുള്ള പാർട്ടി കേഡറുകളുള്ള മണ്ഡലത്തിൽ കനത്ത തിരിച്ചടിയാണ് അന്ന് കിട്ടിയത്. ഇദ്ദേഹത്തിൻ്റെയും പിന്നെ ഈ പറയുന്ന ആൾക്കാരുടെയും മനസ്സിലെന്താണെന്ന് നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ പരനാരി പ്രയോഗം ഇപ്പോൾ പിന്നെ വീണ്ടും ചെറ്റയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ വരുമ്പോഴും പരനാരി പ്രയോഗം എന്നല്ല പറഞ്ഞത്, ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്. അതിനകത്തും വേറൊരു കാര്യമുണ്ട്. നമ്മൾ വളരെ സൂക്ഷ്മമായി, ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നു, കേൾക്കുന്ന ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവാം. മീഡിയ ഇതിനെ ബൂസ്റ്റ് ചെയ്ത് മറ്റു തരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ കാലയളവിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല, വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ചെറ്റത്തരം വന്ന് ഇപ്പോൾ പിണറായി വിജയൻ തന്നെ ഇന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഈ 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങളെന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ ഇതും ഞാൻ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സാർ, അത് പറയുമ്പോഴും ഞാൻ മറ്റൊരു ചോദ്യം, അങ്ങ് നേരത്തെ മുല്ലപ്പള്ളിയുടെ കാര്യം പറഞ്ഞു. ഈ മുല്ലപ്പള്ളിയുടെ അച്ഛനെ കുറിച്ച് പിണറായി വിജയന്റെ വിഖ്യാതമായ ഒരു വിശേഷണമുണ്ട്. അതെ, അട്ടംപരതി ഗോപാലൻ. അതെ, അതുപോലെ തന്നെ കുലംകുത്തി, നികൃഷ്ടജീവി, ഈ വാക്കുകളെല്ലാം സത്യത്തിൽ അപ്പോൾ പൊതുജനം കരുതുന്നത് അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനെ ഒരു നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ഒരു നെഗറ്റീവ് സെൻസിലാണ് അത് എടുക്കുന്നത്. അത് സ്വഭാവം അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ചെറ്റത്തരം അങ്ങനെയെല്ലാം പറഞ്ഞ ഒരു പിണറായിയിൽ നിന്ന് ഈ വാക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറ്റത്തരം എന്ന വാക്കിനും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതങ്ങ് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ മറുപടിക്കും എല്ലാം ജനം കൽപ്പിക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനം ഒട്ടും തന്നെ CPIM-നോ സഖാവ് പിണറായി വിജയനോ അനുകൂലമല്ല എന്നുള്ളതല്ലേ സത്യം? അതായിരിക്കാം. പക്ഷെ പ്രശാന്ത് ഒന്നും ഓർക്ക്, ഇപ്പം പ്രശാന്ത് അല്ലെങ്കിൽ ഞാൻ പ്രശാന്ത് എന്നോട് പറയുകയാണ്, വെറുതെ നടന്ന് കുറയ്ക്കല്ലേ സാറേ, ഇത് നമ്മൾ സാധാരണ നിലയിൽ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ പ്രശാന്ത് പേരോട് പറയും, സാർ വെറുതെ നടന്ന് കുറയ്ക്കല്ലേ എന്ന് പറയുമ്പോൾ എന്നെ പട്ടി എന്ന് വിളിച്ചത് എനിക്ക് പറയാൻ പറ്റും? തീർച്ചയായിട്ടും അല്ല, അങ്ങനെ പ്രശാന്ത് അതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ സ്വാഭാവികം വേണമെങ്കിൽ കുബുദ്ധികൾക്ക് ഞാനൊരു വാദത്തിന് വേണ്ടി പറയുന്നതല്ല. പണ്ട് പെട്ടെന്ന് അങ്ങിത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു സംഭവമാണ് ഈ കുരയുടെ കാര്യം. നമ്മുടെ സുധാകരനെ സുധാകുരൻ എന്നൊക്കെ CPM-കാർ വിളിച്ച് ആക്ഷേപിച്ചതായിട്ട് വാർത്തകൾ കണ്ടു. പണ്ട് ലണ്ടനിൽ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ഒരു സ്ത്രീ ഇദ്ദേഹത്തിനോട് എതിരുള്ള ആളായിരിക്കണം, എതിർ പാർട്ടിയിൽപ്പെട്ട ആളായിരിക്കണം. അവർ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, പന്നിയുടെ കാലിൽ വിരലെത്ര. വിൻസ്റ്റൺ ചർച്ചിൽ അതിന് മനോഹരമായൊരു മറുപടി കൊടുത്തു. അദ്ദേഹം വയലൻ്റ് ആയില്ല, അദ്ദേഹം ഈ പറയുന്നത് പോലെ ഒരു പ്രകോപനം ഉണ്ടാക്കിയില്ല. താഴേക്ക് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. രണ്ട് വാക്കേ അദ്ദേഹം പറഞ്ഞുള്ളൂ, താഴേക്ക് നോക്കിയാൽ മതി എന്ന്. ഇതുപോലൊരു മറുപടി പറയാൻ സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയാഞ്ഞിട്ടാണോ? കാരണം ഇതൊരു പ്രത്യുൽപ്പന്ന മതിത്വമാണ്. ഉരുളക്കുപ്പേര് പോലെ ഒരു മറുപടി കൊടുക്കുന്നു, എന്നാൽ തൻ്റെ ഭാഗം ക്ലിയറാണ്, ഒരിക്കലും താൻ മോശക്കാരനാകില്ല. അതേസമയം ചോദ്യകർത്താവിന് കൃത്യമായ അടി കിട്ടുകയും ചെയ്യും. ഈ തരത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് അതിനുള്ള മേവഴക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് കേരളത്തിലുള്ളത്. ഇപ്പോൾ ഈ ചെറ്റത്തരം പരാമർശം എന്ന് പറയുന്നത് പോലെ ചെറ്റത്തരം ഇപ്പോൾ നമ്മൾ അത് കുറച്ച് കേൾക്കുന്നവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഒരു നാമശബ്ദം
അപ്പോൾ നമ്മൾ അതുകൂടി നമ്മൾ ചിന്തിക്കണം. ഇത് ചെറ്റ എന്നല്ല പറയുക, ചെറ്റ എന്ന് വിളിക്കുമ്പോഴാണ് അത് അങ്ങനെയാവുന്നത്. പക്ഷേ ചെറ്റത്തരമെന്നാണ്, മനസ്സിലായോ? അപ്പം അത് പിന്നെ അത് തമ്മിലുള്ള ആ ഡിഫറൻസ് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ നൗൺ ഫോമിലല്ല അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. ചെറ്റത്തരം കാട്ടരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുരയ്ക്കരുത് എന്ന് പറഞ്ഞാൽ അതേ അതിന് മറ്റൊരു വിശേഷണം ക്രിയ ഇങ്ങനെ നമുക്ക് ഭാഷ പഠിച്ചവർക്കെല്ലാം ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാം. ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ആരുടെ നേരെയാണ് പറഞ്ഞത്? സുധാകരൻ്റെ നേരെ. ഈ ഞാൻ ഒന്നിനെ ന്യായീകരിക്കണം. ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കൂ. നിങ്ങളെല്ലാം നമ്മുടെ ആരാധ്യരായ നേതാക്കളാണ്, അവരെ ഒഴിവാക്കേണ്ടതാണ്. അത് വേണം തീരുമാനിക്കേണ്ടത് അവരാണ്. ശോഭനമല്ല. പക്ഷേ അതിന് അവർ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അത് തീരുമാനിക്കേണ്ട ജനമാണ്, അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യം കൂടി സന്ദർഭം ഞാൻ പറയാം. പണ്ട് ഷാനിമോൾ ഉസ്മാനെതിരെ ജി സുധാകരൻ തന്നെ പൂതന പരാമർശം നടത്തിയിരുന്നതായിട്ട് സംഭവം. അപ്പോൾ ഞാനൊന്ന് വിളിച്ച് പറയുക, സാർ കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ. അപ്പോൾ ഇതൊക്കെ വേണമോ? നമ്മുടെ പ്രബുദ്ധ കേരളം എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ഇത് വേണമോ? അല്ല, ഇക്കാര്യത്തിൽ നമ്മൾ പ്രബുദ്ധരാണ്. അപ്പോൾ ഒരു കുട്ടി ഇതിൽ തെറ്റില്ല ഇങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിലാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി എടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ പറഞ്ഞാൽ സ്വീകരിച്ച് നോക്കി. ഇത് എവിടെ പറയണം, ആര് പറയണം? നിഷ്കളങ്കമായ ഒരാൾ സാറ് പറഞ്ഞ കാര്യം തിരിച്ചും കുട്ടിയോട് അധ്യാപനം ഇങ്ങനെ പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. എന്നിട്ട് അധ്യാപനം ന്യായീകരിക്കാനൊന്നും ആലോചിച്ച് നോക്കി. അവിടെ നടപടി മോശമാണ്. ഒരു കുട്ടി നിഷ്കളമായി ചോദിക്കുന്നു, സാർ അധ്യാപനം ക്ലാസ് കൊണ്ടിരിക്കുമ്പോൾ ചോദ്യം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അത് നല്ല സമയമാണോ അല്ലയോ എന്നുള്ള വേറെ കേസ് എന്ന് പറയുമ്പോൾ അത് പറയാൻ പറ്റും. ആ കുട്ടിക്ക് വേണ്ടി പരാതി കൊടുക്കാം. അധ്യാപനം ഞാൻ പറയുന്നു ഉറപ്പായി നടപടി വരും. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കെതിരെ അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ വകുപ്പില്ല, നടപടി എടുക്കാനുള്ള വകുപ്പില്ല അവരാണ്. പക്ഷേ സാർ ഒരു കാര്യം ഞാൻ പറയാം ഇതിനകത്ത്. എനിക്ക് തോന്നുന്നത്, ഞാൻ ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതിന് മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും അദ്ദേഹത്തോട് വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നോട് ഒരിക്കലും ഇങ്ങനൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് എതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം പയറ്റുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന ആ ഐഡിയോളജി ഉള്ള ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം എൻ്റെ അടുക്കലിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നറിയാം. പക്ഷെ മാന്യമായി ചോദിച്ചാൽ അദ്ദേഹം മാന്യമായിട്ട് മറുപടി പറയും. അദ്ദേഹത്തെ നമ്മൾ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ, അദ്ദേഹത്തെ ചൊറിയാൻ ചെന്നാൽ അദ്ദേഹം അതിമാരകമായി മാന്തി പൊളിച്ചു വിടും. ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2003-2004 ആ കാലം തൊട്ട് സഖാവ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്ത്, പിന്നീട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴുള്ള പത്രസമ്മേളനങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ കാണുന്ന കാഴ്ചയാണ്. അതിൽ അന്നും ഇന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇത്രയും വലിയ ആക്രമണം പാർട്ടിക്ക് നേരെയല്ല വാസ്തവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, പിണറായി നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ചുവലേറ്റി നടക്കുന്ന ലോകം കണ്ട് ഇദ്ദേഹം പ്രസംഗിക്കാൻ അറിയിത്തിരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ന്യായീകരിക്കുകയല്ല. ഒറ്റയ്ക്ക് ഇതിനെ നേരിടാനുള്ള കെൽപ്പ് ആ മനുഷ്യനുണ്ട്. ഒറ്റയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിനെ തൻ്റെ വരുതിയിലാക്കാനുള്ള കഴിവുമുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ വീണ്ടും നെഗറ്റീവ് പോളിസിയുടെ പേരിലാണെങ്കിലും അദ്ദേഹത്തിലേക്ക് വരുന്നു. ഇടക്കാലത്ത് കെ സുധാകരനിലേക്ക് പോയ സംഭവം മാധ്യമ ശ്രദ്ധ ഇങ്ങോട്ട് വരികയാണ്. കുറേ നേരം അവരിങ്ങനെ കളയും. സത്യത്തിൽ വികസനവും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടുന്ന ഭാഗത്ത് നമ്മളത് അതൊന്നും ചർച്ച ചെയ്യാതെ അവർ ചിന്തിക്കട്ടെ. ചെറ്റത്തരവും ഇതുമൊക്കെ പറഞ്ഞ് സമയം കളയുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.